മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി ദിവ്യ ശ്രീധറും ഭർത്താവും നടനുമായ ക്രിസ് വേണുഗോപാലും. ഇരുവരും സീരിയലുകളുമായും ടെലിവിഷൻ ഷോകളുമായും യൂട്യൂബ് വ്ളോഗിങ്ങുമായുമെല്ലാം സജീവമാണ്. 1 വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം. ക്രിസിൻ്റെ പങ്കാളിയായ ശേഷമാണ് ദിവ്യ ജീവിതം തന്നെ ആസ്വദിച്ച് തുടങ്ങിയത്. ദിവ്യയുടെയും മക്കളുടെയും എന്ത് ആഗ്രഹത്തിനും പിന്തുണയായി ക്രിസുമുണ്ട് ഇന്ന്. അത്തരത്തിൽ ഒരു ആഗ്രഹം കൂടിയാണ് കഴിഞ്ഞ ദിവസം ദിവ്യയ്ക്ക് സഫലമായിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുക എന്നായിരുന്നു. ദിവ്യ മാത്രമല്ല, മകളും ക്രിസിൻ്റെ ചേച്ചിയും എല്ലാം നൃത്തമാടി. എന്നാൽ ഇപ്പോഴിതാ ആ നൃത്തത്തിൻ്റെ വീഡിയോ കണ്ട് നർത്തകിയും സീരിയൽ നടിയുമായ സുചിത്ര നായർ അടക്കം ദിവ്യയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ മാത്രമല്ല, നിരവധി പ്രായമായവരും നൃത്തം പഠിക്കുന്നുണ്ട്. നൃത്തത്തോടുള്ള ഇഷ്ടം കണ്ട് കഠിന പ്രയത്നം ചെയ്ത് വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്താണ് അരങ്ങേറ്റത്തിനായി പലരും എത്തുന്നത്. എന്നാൽ വെറും മാസങ്ങളുടെയോ ആഴ്ചകളുടെയോ മാത്രം പരിശീലനം നേടി ഗുരുവായൂർ ഓഡിറ്റോറിയം പോലൊരു വലിയ സ്റ്റേജിൽ സോഷ്യൽ മീഡിയകളെ എല്ലാം വിളിച്ചുവരുത്തി പബ്ലിസിറ്റിക്ക് വേണ്ടി ദിവ്യയും കുടുംബവും നടത്തിയ പരിപാടി വലിയ വിമർശനമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങുന്നത്. നൃത്തത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെ ദിവ്യ പ്രതീക്ഷിച്ചതുപോലൊരു പ്രതികരണമല്ല വന്നത്. ദിവ്യ മോഹിനിയാട്ടത്തെ പരിഹസിക്കുന്ന തരത്തിൽ നൃത്തം ചെയ്തുവെന്നാണ് കമൻറ്റുകളേറെയും. പിന്നാലെയാണ് നർത്തകിയും സീരിയൽ നടിയുമായ സുചിത്ര നായർ അടക്കം ദിവ്യയെ വിമർശിച്ച് എത്തിയത്. ഇത് പറയാൻ ഞാൻ ആളാണോ എന്നറിയില്ല, പക്ഷേ പറഞ്ഞു പോവുകയാണ്. മോഹിനിയാട്ടം കോസ്റ്റ്യൂം ഇട്ട് ഇത് എന്താണ് ചെയ്യുന്നത് എന്നാണ് സുചിത്ര കമൻറ്റിലൂടെ ചോദിക്കുന്നത്. ദിവ്യ ചെയ്യുന്നത് മോഹിനിയാട്ടമല്ല, വെറും മോഹ ആട്ടം മാത്രമാണെന്ന് ഡാൻസിൻ്റെ ABCD അറിയാത്തവർക്ക് പോലും മനസ്സിലാകുന്നു. അവർ സ്വയം സന്തോഷിക്കുന്നു, അത്രമാത്രം. നല്ല കോപ്രായം, ആഹാ മനോഹരം, എല്ലാം ഉണ്ടല്ലോ. നാടോടി നൃത്തം, കൈകൊട്ടിക്കളി, ഓട്ടം തുള്ളൽ എല്ലാം ഒറ്റ നൃത്തത്തിലുണ്ട്, സമ്മതിക്കണം. മിയ ആണോ ടീച്ചർ? മോഹിനിയാട്ടത്തെ കൊല്ലരുത്. നല്ലൊരു കലാരൂപം ഇങ്ങനെ കാണുമ്പോൾ സങ്കടമുണ്ട്. മോഹിനിയാട്ടത്തിൻ്റെ ലുക്ക് മാത്രമേ ഉള്ളൂ. ഒറിജിനൽ മോഹിനിയാട്ടം ഇങ്ങനെയല്ല. ഇതെന്ത് കലാരൂപമാണ്? മോഹിനിയാട്ടം ഡ്രസ്സിട്ട് എന്ത് കളിച്ചാലും അത് മോഹിനിയാട്ടമാകുമോ? കലയെ ഇങ്ങനെ നശിപ്പിക്കരുത്. സെലിബ്രിറ്റിയാണെന്ന് കരുതി എന്തും കാണിക്കാമെന്നായോ? കലയെ ഇങ്ങനെ അപമാനിക്കരുത്. നൃത്തമൊന്നും പഠിച്ചിട്ടില്ല, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇത് പഠിച്ചത്. മകൾ എന്നെ സഹായിക്കാറുണ്ട്. മോൾ സ്റ്റെപ്പുകൾ പഠിപ്പിച്ചത് തന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായി കളിച്ചത്. നെഗറ്റീവ് കമൻസ് ഇടുന്നവർ ഇട്ടോട്ടെ, അവർക്ക് സമയം പോകണം. വായിക്കുമ്പോൾ നമുക്ക് സമയം പോകണം എന്നാണ് നൃത്തം ചെയ്ത ശേഷം ഓൺലൈൻ മീഡിയയോട് ദിവ്യ ശ്രീധർ പറഞ്ഞത്.